Hi all, welcome to Electronics Simplified. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ PEC പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എൻവലപ്പ് ഡിറ്റക്ടറാണ്. പല വീഡിയോസിലായിട്ട് നമ്മൾ എന്താണ് മോഡുലേഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ എന്താണ് SSB, DSB, എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഡീമോഡുലേഷൻ സൈഡ് അല്ലെങ്കിൽ റിസീവർ സൈഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു AM റിസീവറിൽ ആൻറ്റിനയിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഫസ്റ്റ് തന്നെ എത്തുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡീമോഡുലേറ്റർ സെക്ഷനാണ് വരിക. ഡീമോഡുലേറ്റർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണോ മോഡുലേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഒരു ഡീമോഡുലേറ്റർ ചെയ്യുന്നത്. നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വഴി സെൻഡ് ചെയ്തിട്ടുള്ള സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് റിസീവിങ് എൻഡിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഈ എൻവലപ്പിലാണ് ഡാറ്റ ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്, കാരിയർ ഉള്ളത്. അപ്പോൾ ഈ ഡീമോഡുലേറ്ററിൻ്റെ പണി എന്താണ്, ഈ കാരിയറിനെയും അതേപോലെ തന്നെ ഡാറ്റനെയും വേർതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡീമോഡുലേറ്റേഴ്സ് ബേസിക്കലി 3 ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവലപ്പ് ഡിറ്റക്ടർ ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്ക്വയർ ലോ ഡിറ്റക്ടർ ആണ്. മൂന്നാമത്തത് സിങ്ക്രണസ് ഡിറ്റക്ടർ ആണ്. ഈ 3 ഡീമോഡുലേറ്റേഴ്സും ഓരോരോ പർപ്പസ് ഉണ്ട്, അതായത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഓരോരോ ഡീമോഡുലേറ്റേഴ്സാണ് യൂസ് ചെയ്യുക. ഒരു ലോ ലെവൽ AM വേവ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് സ്ക്വയർ ലോ ഡിറ്റക്ടർ ആയിരിക്കും. ഒരു ഹൈ ലെവൽ AM വേവ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് എൻവലപ്പ് ഡിറ്റക്ടർ ആയിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ എൻവലപ്പ് ഡിറ്റക്ടറിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. 3 ടൈപ്സ് ഓഫ് ഡീമോഡുലേറ്റേഴ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ് ഈ എൻവലപ്പ് ഡിറ്റക്ടറിൻ്റെ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 2 ബ്ലോക്സ് ഉള്ളൂ. ഒരു ഡയോഡ് ഉണ്ട്, ഫോളോഡ് ബൈ എ ലോ പാസ് ഫിൽട്ടർ. ഈ ഡയോഡിൻ്റെ ഇൻപുട്ടിലേക്കാണ്, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന മോഡുലേറ്റഡ് സിഗ്നൽ വരിക. ഈ സിഗ്നൽ വരുന്നത് ഡയോഡിൻ്റെ ഇൻപുട്ടിലേക്കാണ്. ലോ പാസിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ എൻവലപ്പ് ഡാറ്റ മാത്രമായിട്ട് കിട്ടുകയും ചെയ്യും. എൻവലപ്പ് ഡിറ്റക്ടറിലെ പ്രൈമറി ഡിറ്റക്റ്റിംഗ് എലമെൻറ്റ് ഡയോഡാണ്. അതുകൊണ്ടാണ് ഈ സർക്യൂട്ടിനെ ഡയോഡ് ഡിറ്റക്ടർ എന്നും വിളിക്കുന്നത്. ഇനി ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ ഈ ഡയോഡിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, ഒരു ഡയോഡ് വെച്ച് 11400 7 വെച്ച് റീപ്ലേസ് ചെയ്യുക. ലോ പാസ് ഫിൽറ്റർ എങ്ങനെയാണ് വരിക, ഒരു റെസിസ്റ്റർ ഫോളോഡ് ബൈ എ കപ്പാസിറ്റർ. അപ്പോൾ ഈ സർക്യൂട്ട് ശരിക്കും പറഞ്ഞാൽ ബൈഹാർട്ട് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡയോഡും ഒരു ലോ പാസ് ഫിൽറ്ററും വരയ്ക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് എൻവലപ്പ് ഡിറ്റക്ടർ വരയ്ക്കാൻ പറ്റും. ചില ടെക്സ്റ്റ് ബുക്സിൽ ഈ ഡയോഡിൻ്റെ സ്ഥാനത്ത് റെക്ടിഫയറിനായിരിക്കും കാണുക. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല, കാരണം നമ്മളിവിടെ ഒരു സിംഗിൾ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. അതൊരു റെക്ടിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, ദാറ്റ് ഇസ് എ AM മോഡുലേറ്റഡ് സിഗ്നലാണ്. ഇനി നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത് എൻവലപ്പാണ് കിട്ടേണ്ടത്. എൻവലപ്പിലാണ് നമുക്ക് വേണ്ട ഡാറ്റ ഉണ്ടാവുക. ഏതാണ് എൻവലപ്പ് എന്ന് പറയുന്നത്, ഇതാണ് എൻവലപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് എൻവലപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് എൻവലപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ഡിപ്പെൻഡിങ് ഓൺ എന്താണ്, ഈ ഡയോഡിൻ്റെ എങ്ങോട്ടാണോ ഡയോഡ് കണക്ട് ചെയ്യുന്നത് അതനുസരിച്ച്. ഇങ്ങനെ കൊടുക്കുമ്പോൾ പോസിറ്റീവ് എൻവലപ്പും, ഇനി ഡയോഡ് തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും, നെഗറ്റീവ് എൻവലപ്പുമാണ് കിട്ടുക. രണ്ടിലും ഡാറ്റയാണ് ഉണ്ടാവുക. ഉള്ളിലുള്ളത് എന്താണ്, കാരിയറാണ്. ഇത് കാരിയറാണ്, ഇതിലാണ് നമ്മുടെ ഡാറ്റ ഉള്ളത്. ഇനി എങ്ങനെയാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യണത് നോക്കാം. ഇനി ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയും ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇൻപുട്ട് പോസിറ്റീവ് ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജിന് നമുക്ക് VC എന്ന് വിളിക്കാം. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഒരു പീക്ക് വാല്യൂവിലേക്ക് എത്തും. ഇനി എപ്പോഴാണോ ഇൻപുട്ട് താഴോട്ട് ഇറങ്ങണത്, അതായത് പോസിറ്റീവ് പീക്കിൽ നിന്നും താഴോട്ട് ഇറങ്ങണത്, അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും,
ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് അവൈലബിൾ ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ഓൾറെഡി എത്തും. അപ്പോൾ ഈ ഇതിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറവും കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഹൈ ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ചാർജിങ്ങും സ്ലോ ഡിസ്ചാർജിങ്ങും ആണ് ഉണ്ടാവുക. അപ്പോൾ കപ്പാസിറ്റർ ഇങ്ങനെ പതുക്കെ ഡിസ്ചാർജ് ആവുമ്പോഴേക്കും ഡിസ്ചാർജ് ആകുമ്പോഴേക്കും എൻവലപ്പിൻ്റെ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയും കപ്പാസിറ്റർ വീണ്ടും ചാർജ് ആവാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ കപ്പാസിറ്റർ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ആവും. പിന്നെ വീണ്ടും എൻവലപ്പ് നെഗറ്റീവിലേക്ക് പോകുന്ന സമയത്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. അങ്ങനെ നമുക്ക് ഈ എൻവലപ്പ് മാത്രമായിട്ട് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവും.